സുവിശേഷത്തിലെ ഈശോയും സമരിയാക്കാരിയായ ഒരു സ്ത്രീയും തമ്മിലുള്ള സംസാര വിഷയമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ഇതിനു മുമ്പ് വായിച്ചു കേട്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ട്? പാട്ട് കേട്ടിട്ടുണ്ട്. ഏത് പാട്ടത്? അതെ നട്ടുച്ച നേരത്ത് ആ പാട്ടത്. ഈ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ള പാട്ടാണത്. ആ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടോ? കുറെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലെ? സിനിമ പാട്ട് ആയതുകൊണ്ട് അത് കുറെ പേര് കേൾക്കാനുള്ള സാധ്യതയുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഭാഗത്ത് സമരിയാക്കാരി ആയിട്ടുള്ള സ്ത്രീയാണ്. ഈശോ നടന്ന് ക്ഷീണിച്ച് അവശനായിട്ട് കിണറിന്റെ കരയിലിരിക്കുന്ന സമയം ഇല്ലേ? കുറെ നടന്ന് ക്ഷീണിച്ച് വെയിലിട്ട് വരുമ്പോ അത്തിച്ച നേരാണ് ഇല്ലേ? 6 മണിക്കൂർ എന്നാ പറയാ. യഹൂദര് സമയം കണക്കാക്കുന്നത് രാവിലെ 6 മണി മുതലാണ്. 6 മണി മുതൽ 7 മണിയാകുമ്പോൾ 1-ാമത്തെ മണിക്കൂറായി, 8 മണിയാകുമ്പോൾ 2-ാമത്തെ മണിക്കൂറായി, 9 മണിയാകുമ്പോൾ 3-ാമത്തെ മണിക്കൂറായി, 10 മണിയാകുമ്പോൾ 4-ാമത്തെ മണിക്കൂറായി, 11 മണിയാകുമ്പോൾ 5-ാമത്തെ മണിക്കൂറായി, 12 മണിയായപ്പോൾ 6-ാമത്തെ മണിക്കൂറായി. അപ്പൊ 6 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ച നേരം 12 മണി ഉച്ചയ്ക്ക്. നമ്മുടെ നാട്ടിലാരെങ്കിലും ഉച്ച നേരത്ത് വെള്ളം വരാൻ പോകും? സാധാരണ പോയില്ല. വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ രാവിലെ പോരും, അല്ലെങ്കിൽ പിന്നെ വെയിലായിട്ട് വൈകുന്നേരം. എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നത് നട്ടുച്ച നേരത്താണ്. കാരണം കിണറ്റിൻകരയിലെ ആരെങ്കിലും ഉണ്ടാവുക നേരത്ത്? ആരും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ആവശ്യം. ആരും ഇല്ലാത്തപ്പോ പുറത്തിറങ്ങണ ആൾക്കാരുണ്ട് ചിലത് ഇല്ലേ? ഇത്തിരി പശുക്ക് പിടിച്ച ആൾക്കാരാണ് പോലെ. ആരും ഇല്ലാത്തപ്പോ പുറത്തിറങ്ങുന്ന ആൾക്കാരെ. ഇവിടെ അങ്ങനെ ഒരാളായിരുന്നു, ഒരു അഴിഞ്ഞാട്ടക്കാരി അല്ലെ? അവള് ഉച്ച നേരത്ത് ആരുമില്ലാത്ത നേരത്താണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്രതീക്ഷിതമായിട്ടാണ് കിണറ്റുകരയിൽ ഒരാളിരിക്കുന്നത് അവിടെ കാണുന്നത്. ആ ആള് അവളോട് ചെന്നപ്പോ പാട്ട് കയറൊക്കെ ആയിട്ട് ചെന്ന കണ്ടു കഴിഞ്ഞപ്പോ ആ ആള് ഈശോയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പക്ഷേ ഈ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കാണുമ്പോ അറിയാം ഇന്ന ആളാണെന്ന് അറിയാം. നമുക്ക് ഈ സിഖുകാർ വന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവർ മനസ്സിലാവും എന്താ കാരണം? അവർ തലപ്പാവുണ്ടവർക്ക് ഇല്ലേ? അങ്ങനെ ചില ആൾക്കാരെ നമുക്ക് അവർ ഇന്ന സ്ഥലത്തെ ആൾക്കാരാണ് അവരുടെ ഡ്രസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ യഹൂദരെ കൃത്യമായിട്ട് മനസ്സിലാവും. അവരുടെ ഡ്രസ് കൊണ്ട് തന്നെ യഹൂദരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈശോ യഹൂദനാണെന്ന് അവൾക്കറിയാം. ഇവിടെ ഒരു സമരിയക്കാരിയാണ്. കാരണം ആ നാട്ടിലത്തെ ഒരു കിണറിന്റെ ഒക്കത്താണ് ഈശോ ഇരിക്കുന്നത്. അങ്ങനെ ഈശോ അവിടെ ഇരിക്കുന്നത് അവിടെ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അമ്പരന്ന് കാണാം അവളെ തീർച്ചയായിട്ടും ഇല്ലേ? അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന കാണുമ്പോ ആരോടൊപ്പം എന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, ഒരുപാട് എങ്ങനെ ഉണ്ടാവോ ഒന്ന് സംശയിക്കും. അങ്ങനെ സംശയിച്ചിട്ടും അവർ അമ്പരത്തോടു കൂടിയാണ് അവള് കിണറ്റുകരയിലേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞ ഉടനെ ആ ഇരിക്കുന്ന ആള് ഈശോ അവളോട് ചോദിക്കുകയാണ്, ഇത്തിരി വെള്ളം കോരി നീ ദാഹിച്ചിട്ട് പറയാം, എനിക്ക് ഇത്തിരി കുടിക്കാനായിട്ട് വെള്ളം താരം. ഈ സമരിയാക്കാരും യഹൂദരും തമ്മില് പണ്ടേ മുതലേ പോട്ടാപ്പൊട്ടിയാണ്. സമരിയാക്കാരും യഹൂദരും തമ്മില്. ഈ ഇരിക്കണ ആള് യഹൂദനാണെന്ന് അവൾക്കറിയാം. അവള് സമരിയാക്കാരിയാണെന്നുള്ള കാര്യം ഈ യഹൂദനായിക്കൂടി ഈശോയ്ക്ക് അറിയാം. ഇവൾ ഉടനെ ചോദിക്കുകയാണ്, ആരോടൊപ്പം നീ എന്നോട് വെള്ളം ചോദിക്കാൻ ഇല്ലേ? നമ്മൾ തമ്മില് ശത്രുതയുള്ളവരാണ്. നീ എന്നോട് ചോദിക്കും വേണ്ട, ഞാൻ നിനക്ക് തരാനും പോണില്ല. കാരണം ശത്രുതയുള്ളവരോട് നമ്മൾ അങ്ങനെ ഒരുമിച്ചാവിക്കാൻ പോകും. സൂപ്പറായിട്ട് പോട്ടാപ്പൊട്ടിയുള്ളവരോട് ഒരുമിച്ചാവിക്കാൻ പോകും ഇല്ല? കള്ളുടിക്കാൻ പോലും പോവില്ലേ? അങ്ങനെ ചായ പിടിക്കാൻ പോകും ഇല്ലേ? അങ്ങനെ അത്രയും പോട്ടാപ്പൊട്ടിയായിട്ടുള്ള ആൾക്കാരാണ് അവരെ. അതുകൊണ്ട് സമരിയാക്കാരി ആയിട്ടുള്ളവർ പറഞ്ഞു, നീ യഹൂദനാണെന്നൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി യഹൂദരും സമരിയാക്കാരും തമ്മിൽ വലിയ യോജിപ്പിലൊന്നും അല്ല. വലിയ യോജിപ്പിലൊന്നല്ല, സൂപ്പർ പോട്ടാപ്പൊട്ടി തന്നെയാണ്. അതുകൊണ്ട് സൗകര്യമില്ല മോനെ നിനക്ക് വെള്ളം കുടിക്കാൻ തരാൻ. അപ്പൊ ഈശോ അവളോട് കൊച്ചുവർത്താനം പറയാ. ഈശോ അവളോട് പറയാ, ഈ ചോദിക്കണ ആൾ ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിലും നീ എനിക്ക് തന്നേനെ. ഇനി അവൾ വർത്താനം പറയാനിടയ്ക്ക് ഈശോ അവളോട് പറയാണ്, ഞാൻ നിനക്ക് ജീവന്റെ ജലം തരുമായിരുന്നു. അപ്പൊ അവിടെ നല്ലൊരു ആക്കി ചോദിക്കലാണ് ഈശോയോട്, ജലം തരാമോളാണ്. ഈ കിണറുമായി അത്താഴ്ചയും തരും. ഇതാർക്കും കണ്ടു കഴിഞ്ഞാല്
അറിയാൻ പറ്റും. ഒരിക്കലും പറ്റാത്ത കിണർ, അത്യാവശ്യത്തെ ആഴ്ചയിൽ കുട്ടികളുടെ കിണറത്. നിന്റെ ആണെങ്കിൽ എന്തില്ല, പാട്ടും കയറും ഇല്ല. എന്നിട്ടാണെങ്കിൽ വെള്ളം കുടിക്കാൻ തരാം, ഞാൻ തരാന്ന് പറയണത്. ദാഹിച്ചിരിക്കാണ് പാട്ടും കയറില്ലാണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ച ആള് ഇപ്പൊ ഞാൻ തരാന്ന് പറയാൻ പോകണം. ഒരാക്കി ചോദിക്കലാണ് അവളുടെ വാദം. പിന്നെ അവള് സംസാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈശോ ജീവജലം തരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവള് വീണ്ടും ഈശോയോട് വീണ്ടും ആക്കിയിട്ടാണ്, ഒന്ന് കുറച്ച് ആ ജീവജലം ഉണ്ടല്ലോ അത് കുറച്ച് തന്നു കഴിഞ്ഞാലും ഉപകാരമായി. കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന്, ഞാൻ തരുന്ന ജീവജലം കുടിക്കുന്ന ആൾക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. ദാഹിക്കുമ്പോഴല്ലേ വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ, ഇല്ലേ? നീ തന്ന ജീവജലത്തിന് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ എനിക്ക് ഒരിക്കലും ദാഹിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ വെള്ളം പോരാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. ബുദ്ധിമുട്ടുള്ള വല്ല ആവശ്യമുണ്ടോ? ഇല്ലേ? തിരുതാളോ എന്ന് സമരിയക്കാരി ഈശോയോട് അങ്ങോട്ട് ഒരു വീണ്ടും ആക്കി വർത്താനം. ഈശോ അപ്പോ ആ സമയത്ത് അവളോട് സംസാരിക്കാൻ ശരിക്കും ഈശോ പറയാ, ഞാൻ തരാം, പക്ഷേ ഇനി ഒറ്റയ്ക്ക് വന്നു ഞാൻ തരില്ല. നിന്റെ ഭർത്താവിനെ കൂടെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാല് നിനക്ക് ആവശ്യമുള്ളത്ര ജീവജലം ഞാൻ തരാം. അവള് ഒന്ന് പരിങ്ങി, അല്ലേ? അവളൊന്ന് പരിങ്ങി. ആ പരിങ്ങിൽ ഈശോയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഈശോ എല്ലാവരുടെയും ഹൃദയങ്ങള് അറിയുന്നവനാണ്. അവളുടെ ഹൃദയവും അവളുടെ ജീവിതവും അവന്റെ മുമ്പില് സ്കാൻ ചെയ്തിരിപ്പുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈശോ അവളോട് ചോദിക്കണം, നിന്റെ ഭർത്താവിനെ, നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞ സത്യമാണ്. ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ നിനക്ക് ഇല്ല, പക്ഷെ നിനക്ക് 5 പേര് ഭർത്താക്കന്മാരായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നിന്റെ കൂടെയുള്ള ആളും നിന്റെ ഭർത്താവല്ല. അപ്പൊ എത്ര ആളായി? 6 പേരായി, അല്ലേ? 6 കൊണ്ട് നടന്നിരുന്നവളാണ് നീ എന്നുള്ള കാര്യം ഉള്ളു തുറന്ന് ഈശോ അങ്ങോട്ട് പറയാണ്. ഇത് കേട്ടപ്പോ ആദ്യം ഉണ്ടായിരുന്ന അമ്പരപ്പും പിന്നെ വർത്താനം പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥതയും എല്ലാം കൂടിയിട്ട് അവളുടെ കണ്ണു തള്ളിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും സത്യം. അവള് പറയാ, എന്റെ ഉള്ളിലുള്ളത്, അല്ലെ, എന്റെ മാത്രം ഉള്ളിലുള്ളത്, ഈ നാട്ടിലൊരു മനുഷ്യ കുഞ്ഞിനിതൊന്നും അറിയില്ല. എന്റെ മാത്രം ഉള്ളിലുള്ളത് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് കസറാൻ, എന്റെ ദൈവമേ, ഇവൻ ആരായിരിക്കും? എന്റെ ഉള്ളിലുള്ളത് അങ്ങനെ അവര് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് എന്റെ അടുത്ത് കശക്കിയെടുക്കാനായിട്ട് പറ്റണ ആള് ആരായിരിക്കും? ഈ നാട്ടുകാരനാണെങ്കിൽ ചിലപ്പോ ചില സംശയങ്ങളൊക്കെ ആർക്കുകളൊക്കെ ഇവിടെ വീട്ടിൽ വല്ലവരൊക്കെ വന്ന് പോണ്ട് എന്നൊക്കെ കാണുമ്പോ ചിലപ്പോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ നാട്ടുകാരനെ അല്ലാത്ത ഒരാള്, ശത്രുതയുള്ള രാജ്യത്തെ ഒരുത്തൻ എന്റെ കിണറ്റിൻകരയിൽ വന്നിരുന്നിട്ട് എന്നോട് പറയാ, എന്തെന്ന്? എന്റെ ഹൃദയത്തിൽ ഞാൻ മാത്രം ഒളിപ്പിച്ചു വെച്ച സംഗതികളെല്ലാം വലിച്ചു മാറി പുറത്തിട്ടിട്ട് നിനക്ക് ഞാൻ ഭർത്താവിനെ കൂട്ടി വന്നു കഴിഞ്ഞാല് ജീവജലം തരാൻ പറയാ. ഇവൾക്ക് ഒരു മറുപടിയില്ല. അപ്പൊ അവള് അവസാനം ഈശോയോട് പറയാ, മിശിഹ, ക്രിസ്തു എന്ന് പറയുന്ന ഒരാള് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യ ദിവസം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരാളേനെ, ഇല്ലേ, രക്ഷകനായിട്ട് ഒരാള് വരും. അങ്ങനെ പ്രതീക്ഷയുള്ളവരാണ് ഇവരും. സമരക്കാരും പ്രതീക്ഷിച്ചിരുന്നു, ഒരാള് ഞങ്ങളെ എല്ലാ പൊരുത്തക്കേടും രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വരും. അവള് പറയാ, ഒരു മിശിഹ എന്ന് പറയുന്ന ഒരാള്, ക്രിസ്തു എന്ന് പറയുന്ന ഒരാള് വരും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവൻ വരുമ്പോ എല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നറിയാം. പക്ഷേ ഇപ്പൊ നീയെ ഇതൊക്കെ വെളിപ്പെടുത്തി എടുക്കാൻ നീ ആരടപ്പാ എന്ന് അവൾ ഈശോയോട് പറഞ്ഞപ്പോ ഈശോ പറയാ, നീ പറഞ്ഞില്ലേ ഒരാളെന്ന്, ആളാ ഞാൻ. പിന്നെ അവൾക്ക് ഇരിപ്പരങ്ങുമില്ല. പിന്നെ അവള് വെള്ളം കോരാനല്ല നിന്നത്. പിന്നെ ഞാൻ അത്രേ വായിച്ചുള്ളൂ സുവിശേഷത്തിന്റെ അടുത്ത ഭാഗത്ത്. പിന്നെ അവള് ഓടിപ്പോണത് പട്ടണത്തിലേക്ക്. പട്ടണത്തിൽ പോയിട്ട് അവള് പറയാ, ഞാന് ഉള്ളിന്റെ ഉള്ളിലെ ഒളിപ്പിച്ചു നടന്ന കുറേ കാര്യങ്ങള്, ഇങ്ങനെ ആരോടും മിണ്ടാണ്ട് ഒളിപ്പിച്ചു നടന്ന കുറേ കാര്യങ്ങള്, എന്റെ ജീവിതത്തിൽ എല്ലാ വിശേഷങ്ങളും അറിയണ ഒരുത്തനെ ഞാൻ കണ്ടു. അവൻ ആ ക്രിസ്തു എന്ന് പറയുന്നുണ്ട്.
നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇത്ര നാളും കാത്തിരുന്ന ഈശോ ക്രിസ്തു എന്ന് പറയുന്ന ആള് അവിടെ എന്റെ കിണറ്റിക്കരയിലിരിപ്പുണ്ട്, നിങ്ങൾ വന്ന് കാണുമെന്ന് പറഞ്ഞ് ആ പട്ടണത്തിലെ മനുഷ്യരെല്ലാവരെയും കൂട്ടി അവള് ഈശോയുടെ അടുത്തേക്ക് വരണതാ പിന്നെ കാണാൻ പറ്റുക. പിന്നെ അവൾക്ക് അവളുടെ നാണക്കേട് അങ്ങോട്ട് മാറുക, ഇല്ലേ? നാണക്കേട് മാറുക. എന്നിട്ട് പിന്നെ അവർ നാട്ടുകാരോടും പട്ടണത്തിനോട് വിളിച്ചു പറയണേ, എന്റെ ഹൃദയരഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുത്തിയ ഒരാള് ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെനിക്ക് മാത്രമേ അറിയാൻ കാണുള്ളൂ. ഇതിപ്പോ അവൻ വിളിച്ചു പറഞ്ഞ് ഇല്ലേ പബ്ലിക്കാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വകാര്യത മുഴുവനും അവൻ എടുത്ത് പ്രയോഗിച്ചു. അവനാ ശരിക്കും ക്രിസ്തു, അവൻ വന്നിട്ടെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചത് പിന്നെ അവള് പിന്നെ ഈശോയുടെ പിന്നാലെ ചെല്ലുന്ന ആളായിട്ട് മാറാം. സ്നേഹമുള്ളവരെ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തില് വലിയൊരു കാര്യം ഉണ്ടായി ഇതിന്റെ ഇടയിൽ. എന്തായിരുന്നു? അതുവരെ അവള് കൊണ്ടു നടന്നിരുന്നത് വലിയൊരു ഭാരമാണ്, അല്ലെ? എന്തുകൊണ്ട് അവള് ആരെയും അറിയിക്കാണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടന്നത്? എന്തുകൊണ്ടാണ്? ആ സ്ഥാനത്ര പുറത്തു പറയാൻ കൊള്ളില്ലാത്തോണ്ടല്ലേ, അല്ലെ? പുറത്തു പറയാൻ കൊള്ളുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നാലുപേരും മുന്നിൽ ജയിലെന്ന് പറയേ. ഇത് പുറത്തു പറയാൻ കൊള്ളില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ വീർപ്പ് മുട്ടി ഒരു തേങ്ങലായിട്ട് ഇങ്ങനെ നടക്കണ ഒരാളായിരുന്നു ആര്? ഈ സ്ത്രീ. ഇതിന്റെ പേരില് അടുത്തുള്ള കുറെ പേരെ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിന്റെ വേദന അവൾക്കുണ്ട്. ഒത്തിരിയേറെ പേരെ അവളെ ദുഷ്ടയാണ് അവളെന്ന് വിളിച്ചിട്ടുണ്ടാകാം. മുഖത്ത് നോക്കി ആട്ടി ഓടിച്ചിട്ടുണ്ടാകാം. അവൾക്ക് ഒത്തിരിയേറെ പേരിൽ നിന്ന് മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അവളോട് ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ഈ നാട്ടുകാരെ മുഴുവനും തന്നെ കുറ്റപ്പെടുത്താണെന്നുള്ള കാര്യം അവളുടെ മനസ്സിൽ ഇങ്ങനെ നീറി പോകുക. ആരോടാ അതൊക്കെ പറയാ? ആരോട് പറഞ്ഞാലാ എനിക്കൊരു ആശ്വാസം കിട്ടുക? എന്റെ ജീവിതത്തില് ഞാൻ കുറെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഓക്കെ. ഞാൻ ചെയ്ത് കൂട്ടിയത് നാട്ടുകാരറിയുമ്പോ നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അറിയാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണല്ലോ, അങ്ങനെയല്ലേ? അറിഞ്ഞാലാ പ്രശ്നം, പോലീസ് പിടിച്ചാലാ പ്രശ്നം, പോലീസ് പിടിച്ചിട്ട് തെളിവെടുപ്പിന് കൊണ്ടുപോകണതാ പ്രശ്നം, അല്ലേ? അതൊരു നാണക്കേടാണ്. ഈ നാണക്കേട് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് പുകഞ്ഞ് നീരൊരു പരുവായിട്ടുള്ള ആളാണ് സമരിയക്കാരി സ്ത്രീ ആയിരുന്നത്. അവൾ അങ്ങനത്തോളായിരുന്നു. പക്ഷേ ഉള്ളിലെ തമ്പുരാന്റെ സന്നിധിയിലെ കുറച്ചു നേരം കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഈ തമ്പുരാൻ അതെല്ലാം വെളിപ്പെടുത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഹൃദയ രഹസ്യങ്ങൾ അവരുടെ ഉള്ളു തുറന്ന് പറയാനായിട്ട് സാധിച്ച ആ നിമിഷത്തില് അവൾ അനുഭവിച്ച വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? നാട്ടുകാരുടെ മുമ്പില് തല ഉയർത്തി നിൽക്കാൻ പറ്റണ വലിയൊരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവൾക്ക് സാധിച്ചത് ഈശോയോട് ഉള്ളു തുറന്ന് സംസാരിക്കാനായിട്ട് അവൾക്ക് അവസരം ലഭിച്ചപ്പോഴാണ്. പിന്നെ അവൾക്ക് വലിയൊരു ധൈര്യം, വലിയ തന്റെ ഇടം. അതുകൊണ്ടല്ലേ അവള് പിന്നെ പട്ടണത്തിൽ പോയിട്ട് പറഞ്ഞേ, അവൾ അതുവരെ എപ്പോ വന്നിരുന്ന ആളാ? ആരും കാണാതിരിക്കാൻ നട്ടുച്ച നേരത്ത് മാത്രം വെള്ളം കോരാൻ വന്നിരുന്നവളാ. എല്ലാവരും വെള്ളം കോരി പോയതിനു ശേഷം ആരുമില്ലാത്ത നേരം നോക്കിയിട്ട് വന്നിരുന്നവളാ. ആരും തന്നെ കാണാതിരിക്കാൻ, ആരോടും ഒന്നിനും മറുപടി പറയാതിരിക്കാൻ, ആരും തന്നോട് ഒന്നും ചോദിക്കാതിരിക്കാൻ, ആരുമില്ലാത്ത തക്കം നോക്കി മാത്രം വന്നിരുന്നവളാ അവള് ഇപ്പോ എല്ലാവരുടെയും മുമ്പില് എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ഞെളിഞ്ഞു നിൽക്കുക. നാട്ടുകാരുടെ എല്ലാവരുടെയും മുമ്പില് ഈശോയെ നാട്ടുകാർക്ക് മുഴുവൻ കാണിച്ചു കൊടുക്കുന്ന വലിയ ആളായിട്ടാ പിന്നെ അവള് മാറണത്. സ്നേഹമുള്ളവരെ, ഉള്ളിന്റെ ഉള്ളില് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയണതുണ്ടല്ലോ, ചില്ലറയൊന്നുമല്ല, ചെറുതല്ല അതൊന്നും. നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈശോയോട് ഉള്ളു തുറക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മളിൽ ഉണ്ട് അങ്ങനെ കുറെ വേദന. ചിലപ്പോ നമ്മുടെ തന്നെ കുരുത്തക്കേടോട് ഉണ്ടായിട്ടുള്ള വേദനയായിരിക്കാം. ചിലപ്പോ പല ആളുകളും നമ്മളെ പല രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. ചിലപ്പോ പോലീസ് പോലും ചെയ്യേണ്ടത് ഒരു കുറ്റത്തിന് ഒരാളെ പിടിച്ച് പോക്കറ്റ് അടിക്കുമ്പോൾ ഒരാളെ പൊക്കിയെന്ന് വിചാരിക്കും.
പിന്നെ നാട്ടിൽ എവിടെ പോകേണ്ടി ഉണ്ടായാലും നീ എന്താ ചോദിക്കില്ലേ, നീ എന്താ ചോദിക്കും. നമ്മളാവില്ലേ അത് സ്വകാര്യത്തിൽ നമ്മൾ വിളിച്ചിട്ട് പോകേണ്ടി നീ എന്താ അങ്ങനെ ചോദിക്കുക? അങ്ങനെയാണ് ചോദിക്കുക. അല്ല, നാട്ടുകാരെല്ലാവരും വിളിച്ചിട്ട് പിടിച്ച് 2 കുടത്തേക്ക് കൊടുത്തിട്ട് നീ എന്താ എന്ന് ചോദിക്കുക ഇല്ലേ? നാണക്കേടുണ്ടാകാൻ വേറെ എന്തെങ്കിലും വേണം? നമ്മൾ ആഘോഷം പോകരുത്, നമ്മൾ സാമ്പിളോടെ അടിച്ചു നോക്കിയിട്ടുള്ളൂ. പക്ഷേ പിന്നെ ആ നാട്ടിൽ എവിടെ പോകട്ടിട്ടായിരുന്നാലും നമ്മൾ തന്നെ പോക്കുക. ഇത് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്, പ്രത്യേകിച്ച് നമ്മൾ അറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്കുണ്ടാകുന്ന അപമാനമുണ്ട്. അപമാനം ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരുടെയും പറഞ്ഞെന്തുണ്ടാവും? എന്റെ കയ്യിൽ കൊണ്ടല്ലേ എന്തെങ്കിലും തിരിച്ചു പറയും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന വേദന നമ്മൾ ആരോടും മിണ്ടില്ല. അതാരോടും നമ്മൾ മിണ്ടില്ല. ചിലപ്പോ ഇല്ലേ, നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കാം ഒരു കുരുത്തക്കേട് കാണിച്ചതിന്റെ പേരില് പിന്നീണ്ടാവുന്ന എല്ലാ കുരുത്തക്കേടും നീ കാരണമെന്ന് പറയണ ഇല്ലേ? അങ്ങനെയുള്ള കുറെ ആക്ഷേപങ്ങള് നമ്മുടെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇതാരോടെ പറയാ? ആരോടാ പറയാ ഇല്ലേ? ചിലപ്പോ നമുക്ക് വീട്ടിൽ കയറുമ്പോ തന്നെ തലയിങ്ങോട്ട് പിഴിക്കണ അനുഭവ. അതുകൊണ്ട് ചിലർ വീട്ടിൽ കയറൂല ഇല്ലേ? ചിലപ്പോ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നം, പറ്റങ്ങളൊക്കെ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? തലയാകട്ടെ പെരുത്തിട്ടുണ്ടല്ലോ, അടിക്കാനുള്ള ആവതുമില്ല. ഇനി അടിച്ചാൽ തന്നെ ഇങ്ങോട്ട് തിരിച്ചടി കിട്ടുകയും ചെയ്യും. അവര് കുറെ പേരുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ആരോടൊക്കെ ഒന്നും പറയാം. ഇങ്ങനെ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും മറ്റുള്ളവരുടെ പരിഹാസങ്ങളും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും മറ്റുള്ളവർ നമ്മളോട് ഇല്ലേ കുറ്റപ്പെടുത്തി പറയുന്ന കുറെ കാര്യങ്ങളും ഇതെല്ലാം അങ്ങനെ കേട്ട് 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 ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ വലിയ ഭാരമായിട്ടിരിക്കുന്ന ആൾക്കാരാ നമ്മള്. ഉള്ളു തുറക്കാനായിട്ട് ആരോടാ പറയാ? ആരോടതൊക്കെ ഒന്ന് വിശ്വസിച്ച് പറയാ? എല്ലാം പറഞ്ഞാലേ വലിയ ആശ്വാസം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ഹൃദയത്തിന്റെ ഉള്ളിലെ നമ്മൾ വലിയൊരു സ്വാതന്ത്ര്യം അനുഭവിക്കും. ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ടൊരു അവസരം നമുക്കിവിടെയുണ്ട്. ഈശോയോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈശോയ്ക്ക് മറുപടി ഇങ്ങോട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പക്ഷെ നമുക്കത് മാനുഷികമായിട്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്ന വരില്ല. നമ്മൾക്ക് മനുഷ്യരാണല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, പക്ഷെ ഈശോ പറഞ്ഞത് അതുപോലെ കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അതിലൊരു മീഡിയേറ്ററിനെ നമുക്ക് ആവശ്യമുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുമ്പസാരം എന്നൊരു അവസരമുണ്ട്. അങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് കേൾക്കാം. വലിയൊരു അവസരമുണ്ട്. കുമ്പസാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഏറ്റു പറയുക എന്നുള്ളതാണ്. എന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ വേദനകള്, എന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ തിക്കുമുട്ടുകള് ഒരാളോട് സ്വതന്ത്രമായിട്ട് പറയുന്ന ഒരവസരമാണ്. ഏറ്റു പറയുന്ന ഒരവസരം. ഈ അവസരം ബാക്കിയുള്ളവർക്കൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഇന്നും നാളേക്കായിട്ട് അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസരമുണ്ട്. ആ അവസരം നമ്മൾ നല്ല മനസ്സോടുകൂടെ ഉപയോഗപ്പെടുത്തണം. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിച്ചാണല്ലോ അതിനൊരു രസമുണ്ട്. നമുക്കിപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിലും നമുക്ക് തോന്നുന്നത് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കര സ്വാതന്ത്ര്യമാണെന്ന്. വലിയ ആരും തിക്ക് തിരക്കുണ്ടാക്കി വരുന്നൊന്നുമില്ല. നമ്മളിങ്ങനെ പോണ പോക്കിൽ ഇങ്ങനെ പോണ. പക്ഷെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിലെ ഒരു സ്വാതന്ത്ര്യമില്ല. നമ്മൾ തന്നെ ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ കെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലാണ് നമുക്ക് ഉള്ളു തുറന്നൊന്ന് സന്തോഷിക്കാൻ, ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ, മറ്റുള്ളവരോട് സ്നേഹത്തോടൊന്ന് പെരുമാറാൻ എവിടെയൊക്കെയോ ചില ബലങ്ങളും ചില പിടുത്തങ്ങളും നമുക്ക് തന്നെ തോന്നുന്നുണ്ട് ഇല്ലേ? നമ്മളങ്ങനെ ചെയ്യണ സെറ്റ് ആവണില്ല എന്ന് നമുക്ക് തന്നെ തോന്നണം. കുറേ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം, ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വെറുപ്പ്, ചിലർ തന്നെ കൊട്ടക്കാൻ തോന്നുന്ന അവസരങ്ങള് ഇല്ലേ? നമുക്ക് അങ്ങനെ പല രീതിയിലാണ്. ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കണില്ല. ഈ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഉള്ളിലുള്ളത് മുഴുവനും പുറത്തേക്ക് വലിച്ചു.
അങ്ങനെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വലിച്ചിടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയോ? പുറത്തുനിന്നുള്ളത് കുറെ പേർക്ക് ഉള്ളിൽ കയറാനുള്ള അവസരം ഉണ്ടാവും അല്ലേ? ആ അവസരത്തിന് ഇവിടെ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് എളുപ്പം എന്താണെന്നറിയാ? തമ്പുരാന്റെ അനുഗ്രഹത്തിന് ഇഷ്ടം പോലെ, തമ്പുരാന്റെ സ്നേഹത്തിന് ഇഷ്ടം പോലെ ഇവിടെ റീഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് പുറത്തേക്കിട്ട ഗ്യാപ്പിലേക്ക് തമ്പുരാന്റെ അനുഗ്രഹം ചൊരിയാനായിട്ട് സാധിക്കുള്ളൂ. ഈ അനുഗ്രഹം നമുക്ക് ധാരാളമായിട്ട് വാങ്ങിച്ചു വയ്ക്കാനായിട്ട് സാധിക്കണം. ഈ കുംഭസാരം എന്ന് പറയുമ്പോൾ ഈ വിഷമങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് തന്നെ, നമ്മുടെ ദുഃഖങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറെ അപരാധങ്ങളും നമ്മൾ പറയുന്ന ഒരു അവസരമാണ്. ഈ നമ്മളിങ്ങനെ ഉള്ളു തുറന്നിങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാണ് സംസാരിക്കുന്നത്? അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മള് ഇപ്പോ കിട്ടണതിനേക്കാളും കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ചിലപ്പോൾ നമുക്ക് വലിയ സന്തോഷമൊന്നും നമുക്ക് ഉണ്ടാവണില്ല. നമ്മൾ ഈ തൃശ്ശൂര് ഒരു ബീച്ച് അണക്കെട്ടുണ്ട്. ഈ അണക്കെട്ടുന്ന് ഒരു കനാലിൽ കൂടെ വേനൽക്കാലൊക്കെ അയക്കുമ്പോൾ കനാലിൽ കൂടെ അങ്ങനെ വെള്ളം നിറച്ചു, ഇങ്ങനെ വെള്ളം വിടും. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? എല്ലാ സ്ഥലങ്ങളും അണക്കെട്ടുന്ന് വേനൽക്കാലമാകുമ്പോൾ കൃഷി ആവശ്യത്തിനാണെങ്കിലും മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് കനാലിൽ നിറച്ചു ഇങ്ങനെ വെള്ളം വിടും. ഈ കനാലിൽ കൂടെ പോണ വെള്ളം കനാലിൽ കൂടെ പോണതിന്റെ അവിടുന്ന് കുറെ ഓവുകൾ വെച്ചിട്ട് സൈഡിലേക്ക് വെള്ളം ശേഖരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പം തൃശ്ശൂര് നടത്തറ ഭാഗത്ത് വലിയൊരു ഓവുണ്ട്. ഈ ഓവ് കനാലിന്റെ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഓവുന്ന് അവിടെ ഒരു കുളത്തിലേക്ക് വെള്ളം അടിച്ചു വിടും. ഈ കനാലിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഓവിൽ കൂടെ വെള്ളം ഈ കുളത്തിലേക്ക് എത്തും. ആ കുളത്തിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ കുളം നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഒരു 1.5 കിലോമീറ്റർ അകലെയുള്ള എല്ലാവരുടെ കിണറ്റിലും ഉറവുകൾ പൊട്ടി വെള്ളമായി. പിന്നെ ഒരു മാസത്തേക്ക് എല്ലാവർക്കും വെള്ളം കിട്ടും. അപ്പുറത്ത് നടത്തറ ഭാഗത്ത് അങ്ങേ കരയ്ക്ക് ഒരു കുഞ്ഞൊരു പാടുണ്ട്, താഴ്ചയുള്ളൊരു പാടുണ്ട്. ആ പാടത്തേക്കും ഒരു ഓവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാടത്ത് ആ കുഴിയുള്ള ഭാഗത്ത് നിറച്ച് വെള്ളം നിറയും. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ആ പാടത്തിന്റെ ചുറ്റുവട്ടത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക്, അവിടെ ഒരു 10,000 വീട്ടുകാർക്ക് എല്ലാവരും കിണറ്റിൽ വെള്ളം കിട്ടും. ഇതിൽ നിന്ന് ഉറവ് പൊട്ടിയിട്ട്. അപ്പൊ അവിടെ ഉള്ളവർക്ക് വെള്ളമായി. കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ഭാഗത്ത് ഇതുപോലെ ഒരു കുളമുണ്ട്, ചിറ. ആ ചിറയിലേക്ക് ഒരു ഓവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓവിൽ കൂടെ ചിറ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് വെള്ളമായി. ഇങ്ങനെ ഈ കനാലിൽ വെള്ളം വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കനാലിന്റെ സൈഡിൽ കൂടെ വെച്ചിട്ടുള്ള ഓവിൽ കൂടെ ഈ വെള്ളം അവിടേക്ക് എത്തും. ഈ കനാലിൽ വെള്ളം വിട്ടത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എത്ര പേരുണ്ടാവും? കുറച്ച് പേരുണ്ട്. ഈ കനാലിൽ കൂടെ വെള്ളം വിടുമ്പോ വെള്ളം മാത്രം വരിക, എല്ലാ ചട്ടിച്ചപ്പണ്ടാവും ഉണ്ടാവൂലേ? പട്ടി ചത്തുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എല്ലാവരും വേസ്റ്റ് ഉള്ള സ്ഥലമാണ് കനാലി. വർഷക്കാലത്ത് വേസ്റ്റ് ഉള്ള സ്ഥലമാണ് കനാലി. അതിന്റെ ഉള്ളിൽ പട്ടി ചത്തുണ്ടാവും, തെങ്ങുമട്ട വീണതുണ്ടാവും, കവുങ്ങോട്ട വീണതുണ്ടാവും, പിന്നെ ആൾക്കാർ കൊണ്ടുവരുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവും. എല്ലാ വേസ്റ്റും ഉണ്ടാവും. വെള്ളം അവിടുന്ന് വരുമ്പോ ഈ വെള്ളത്തിന്റെ കൂടെ ആരും കൂടി വരും? ഈ വേസ്റ്റും കൂടിയിട്ടാണ് വരിക. ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കനാലിൽ കൂടെ വരുന്ന സമയത്ത് ഈ ഓവിന്റെ സൈഡിലുള്ള ഒരു തെങ്ങുമട്ട പുറത്ത് പിടിച്ചു നിന്നൊന്ന് വിചാരിക്കുക. പിന്നെ ഈ തെങ്ങുമട്ടയുടെ പിന്നാലേക്ക് വരുന്ന ആൾക്കാരൊക്കെ എവിടെ തടയും? ഇരുമ്പ് തടയും. തടഞ്ഞ് കുറച്ചധികം ആവുന്നുണ്ടാവും. ഈ ഓവിൽ കൂടെ പിന്നെ പുറത്തേക്ക് വെള്ളം കിട്ടുമോ? വെള്ളത്തില്ല. കനാലിൽ വെള്ളമില്ലാത്ത കാരണമാണോ? അല്ല. എന്തുകൊണ്ടാ? ഈ വേസ്റ്റ് മൊത്തം തടഞ്ഞു വെക്കണ കാരണം. പിന്നെ ഈ കുളത്തിലേക്ക് വെള്ളം കിട്ടണമെങ്കിൽ എന്ത് വേണം? ക്ലീൻ ചെയ്യണം. എത്രയോട് ക്ലീൻ ചെയ്യണം? ഒരെണ്ണം ഒരു മിഠായി ഗ്ലാസ് എടുത്താൽ മതി. മൊത്തം ക്ലീൻ ചെയ്യണം. വേണ്ടേ? മൊത്തം ക്ലീൻ ചെയ്താലാണ് ആദ്യം കിട്ടിയ ഫോഴ്സില് ഇവിടേക്ക് വെള്ളം കിട്ടുള്ളൂ, ഇല്ലേ? ഈ ക്ലീനിങ് നടന്നില്ലെങ്കിലോ വെള്ളം കിട്ടില്ല. കനാലിൽ എത്ര വെള്ളം ഉണ്ടായാലും വെള്ളം കിട്ടൂല, ഉറപ്പായിട്ടുള്ള കാര്യം. ഇതേപോലെയാണ് നമ്മുടെ ലൈഫ്. തമ്പുരാനുണ്ടല്ലോ, അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ഇങ്ങനെ മെയിൻ കനാലിൽ എപ്പോഴും നിറച്ചു വെള്ളം, അനുഗ്രഹങ്ങൾ നിറച്ചും തമ്പുരാൻ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് എനിക്ക് കിട്ടുന്ന അനുഗ്രഹത്തിന് ഒരു ഓവുണ്ട്. ഈ ഓവിന് കൂടെ വെള്ളം വരണമെങ്കിൽ ഈ ഓവിന്റെ വായുമുഖം അടയാൻ പാടുള്ളൂ, ഇല്ല? കനാലിൽ വെള്ളമുണ്ട്, ഓവുണ്ട്, രണ്ടും ശരിയാ. പക്ഷെ ഈ ഓവിന്റെ വായുമുഖം എന്റെ ചില കുരുത്തക്കേടുണ്ടാകാം,
എന്റെ വിഷമതൽ കൊണ്ടാകാം, ഞാൻ കൂട്ടിയ കുറെ കോപ്രായത്തലങ്ങൾ കൊണ്ടാകാം, എന്റെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാകും. ഇതിങ്ങനെ കുറേശ്ശെ അടഞ്ഞ് അതടഞ്ഞു. പിന്നെ തമ്പുരാൻ എത്രോണ്ട് അനുഗ്രഹം വർഷിച്ചാലും ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് വേണം? ഈ ക്ലീനിങ് നടക്കും, വേണ്ടേ? ആ ക്ലീനിങ് ആണ് നമ്മൾ ഏറ്റുപറച്ചിലൂടെ നടത്തേണ്ടത്. എത്രോണ്ട് ക്ലീൻ ചെയ്യണം? അത് ഞാനാ തീരുമാനിക്കട്ടെ. മനസ്സിലായ? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞ് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതാരാ? ഞാന്. ഒരു മിഠായി ഗ്ലാസ് മാറ്റാൻ വൈകുന്നുണ്ടെങ്കിൽ ആ മിഠായി ഗ്ലാസ് മാറ്റി ഗ്യാപ്പിൽ കൂടെ കുറേശ്ശെ, അല്ലെ, ഒറ്റ തുള്ളിയായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരാൻ അനുഗ്രഹം കിട്ടും, അല്ലെ? അനുഗ്രഹം കിട്ടും. പക്ഷേ എനിക്ക് പണ്ട് ഞാൻ ജയിച്ചപ്പോ എനിക്ക് കിട്ടിയിരുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ നല്ല സെറ്റപ്പിലായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന പോലെ ഈ അനുഗ്രഹം വാരിക്കോരി കിട്ടണമെന്ന്, നല്ല ഫോഴ്സിൽ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വായ്മുഖം മൊത്തം ഞാന് ക്ലീൻ ചെയ്തേ മതിയാവും. അപ്പൊ എന്തൊക്കെയാ അവിടെ ഇരിക്കണേന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതാർക്കറിയുള്ളൂ? അതാർക്കറിയാ? എനിക്കറിയോ? ആർക്കറിയാ? എന്റെ കാര്യം എനിക്കറിയുള്ളൂ. എന്തൊക്കെ വെച്ചാ അടഞ്ഞു പോയിരിക്കണം എന്നുള്ള കാര്യം എനിക്കറിയുള്ളൂ. ഈ എനിക്കറിയണ കാര്യം ഞാൻ മറ്റൊരാളോട് പറഞ്ഞ് എന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ കുറച്ച് എല്ലാവരും കൂടിയിട്ട് അത് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കേണ്ടല്ലോ. പിന്നെ അനുഗ്രഹങ്ങളുടെ കുത്തൊടുക്കാന്നേ. പിന്നെ നമ്മളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ നേരത്തെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിപ്പോ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമുക്ക് ഇപ്പൊ നമ്മള് തമാശ ഒക്കെ പറയുമ്പോ ചിരിക്കുന്നുണ്ട്. ആ ചിരിയോട് കൂടി കഴിഞ്ഞു. പിന്നെ അടുത്ത തമാശ പറയണം നമ്മളൊന്ന് ചിരിച്ചു കിട്ടണമെങ്കിൽ, വേണ്ടേ? മറ്റത് അങ്ങനെയല്ലെന്നേ. മറ്റത് നമുക്ക് ഉള്ളിട്ടുള്ളിൽ എപ്പോഴും സന്തോഷമാണ്. നമുക്ക് ചിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു തമാശ പൊട്ടിച്ചിട്ടൊന്നും വേണ്ട. നമുക്ക് ഉള്ളിട്ടുള്ളിൽ വലിയ സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനമല്ല. അത് അനുഭവിക്കേണ്ട സാധനം. അത് അനുഭവിക്കാനായിട്ടുള്ള സാധ്യത നമുക്കുണ്ട് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ടുള്ള സാധ്യതയെ ആ സാധ്യത നമ്മള് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അങ്ങനെ ഒരു സാധ്യത ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരുക്കാനുണ്ട്. ആ സാധ്യതയ്ക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും എല്ലാം ഉള്ളു തുറന്ന് പറയാം. നമുക്ക് ആരോടും ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാവോ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. അതിന്റെ ആവശ്യമില്ലെന്നേ. വളരെ ഫ്രീ ആയിട്ട് എന്തും പറയാം. നമുക്ക് അവരോട് എന്തും പറയാം. അങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടാകും. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അപ്പോ നമ്മളൊരു വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കും. നമ്മൾ എടുത്ത് പുറത്തേക്കിട്ട ഗ്യാപ്പിലേക്ക് തമ്പുരാൻ അനുഗ്രഹം പറയും. ആ നിറച്ചും അനുഗ്രഹം നമുക്ക് വലിയ ആനന്ദമായിട്ട് സ്വീകരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് ഈ സമരിയാക്കാരിനെ വല്ലപ്പോഴൊക്കെ ഓർക്കാം. ഇന്നത്തെ ദിവസം സമരിയാക്കാരിനെ അല്ലെ വലിയ ജാട കാണിച്ച് സംസാരിച്ചു തുടങ്ങിയ തമ്പുരാന്റെ അടുത്ത്, അല്ലെ? അവള് ജാടക്കാരിക്കായിരുന്നു, അല്ലെ? ശരിക്കും വലിയ ജാട കാണിച്ച് തമ്പുരാനെ കളിയാക്കി ആക്കി വർത്താനം പറഞ്ഞിരുന്നവള് ഉള്ളിന്റെ ഉള്ളിലെ എല്ലാ ഭാരങ്ങളും ആരും അറിയാതിരുന്ന അവളുടെ സ്വകാര്യത പോലും എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾ അനുഭവിച്ച വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഈശോയെ എനിക്ക് വേണം എന്ന് ഈശോയോട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്ന ദിവസം പറയാൻ പറ്റണം. അവൾ അനുഭവിച്ച ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. അതിന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഉള്ള ഭാരങ്ങള്, വേദനകള്, മുറിവുകളായിട്ട് കിടക്കണത്, ദേഷ്യങ്ങളായിട്ട് കിടക്കണത്, പലരും അടിക്കാൻ അങ്ങനെ ചിലപ്പോൾ നമുക്ക് തോന്നില്ല. ഇങ്ങനെ ചൊറിഞ്ഞ വർത്തനൊക്കെ അങ്ങനെ തോന്നില്ല നമുക്ക്. അങ്ങനെ തോന്നിയിട്ടുള്ള നിമിഷങ്ങള്, വ്യക്തികള്, ഇതെല്ലാം ഉള്ളു തുറന്ന് പങ്കുവെച്ചിട്ട് നമ്മൾ ഫ്രീ ആവാം. അങ്ങനെ ഒരു ഫ്രീ ആയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മള് വലിയ ആൾക്കാരാവുന്നു. പിന്നെ നമ്മൾ തമ്പുരാന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് പ്രവേശിക്കാം. ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഈശോയെ എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഈ കുർബാനയിൽ പങ്കെടുക്കാം.